ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ, ഭാവിയിൽ തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഇത് നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ മനുഷ്യപുത്രനെ അവര് ഒരുപാട് പ്രഹരിക്കും, ഒരുപാട് സഹനങ്ങൾ അവൻ ഏറ്റെടുക്കേണ്ടി വരും, ക്രൂശിക്കപ്പെടും, പക്ഷെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. പക്ഷെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതൊന്നും അവർ ഗ്രഹിച്ചതില്ല, ഇത് പറഞ്ഞതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയുമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈശോ വളരെ കാര്യമായിട്ട് തന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതിനെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല, അവരിതൊന്നും ഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നാളുകൾ കുറെ കഴിയുമ്പോൾ ഈശോയുടെ മരണവും ഉദ്ധാനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ ഇതേ കാര്യങ്ങൾ വളരെ ആർജവത്വത്തോടു കൂടിയിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഒരു വ്യത്യാസം വന്നതെന്ന് ചോദിച്ചാൽ, ഈശോ ആദ്യം പറഞ്ഞ വചനങ്ങൾ അവരുടെ മനസ്സിൽ കയറിയില്ല. പിന്നീട് ഇത് സംഭവിച്ചപ്പോഴും വലിയ കാര്യമായിട്ട് നമ്മൾ മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴും ഇതൊക്കെ ഈശോ നമ്മളോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പോലും അവർ ഓർക്കുന്നില്ല. പിന്നീട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ മാറ്റം വരികയാണ് അല്ലെ. അവർ വളരെ തീക്ഷ്ണതയോട് കൂടിയിട്ട് പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവൻ അർപ്പിക്കാൻ വരെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥയൊക്കെ വരാം. ഒരുപക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാക്കില്ല അല്ലെ. ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാരെ പോലെ ഒന്നും ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ഒന്നും അർത്ഥം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടേ പോകുക. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനു വേണ്ടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ പരമാവധി കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം വരുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി ജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.